ഹലോ മിസ്റ്റർ സീതർ. 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. വെൽക്കം ടു another episode of ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്ന് ഒരു ഊണിന് എല്ലോട് കൂടിയ 800 ഗ്രാം ചിക്കൻ ക്രോസ് ഹാച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിൽ നല്ല ജ്യൂസി എയർ ഫ്രൈഡ് ചിക്കൻ ഇന്ന് റെഡിയാക്കാം. ബോൺലെസ് അഥവാ ബോണോട് കൂടിയ ചിക്കൻ ആണെങ്കിലും ക്രോസ് ഹാച്ച് കട്ടാണ് എയർ ഫ്രയറിൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. ചിക്കൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ: 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓണിയൻ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഓണിയൻ പൗഡർ ഇല്ലെങ്കിലും 4 കുഞ്ഞുള്ളി അരച്ച് ചേർത്താലും മതി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ റോസ്മേരി നന്നായി ക്രഷ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ക്രഷ്ഡ് ഒറിഗാനോ 1 ടീസ്പൂൺ, 4 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് മസാല എല്ലാം യോജിപ്പിച്ചു കൊടുക്കുക. ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. മസാല കുറേശ്ശെയായി ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ മസാലയിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം സ്പൂൺ ഉപയോഗിച്ച് യോജിപ്പിക്കാനായിട്ട്. വെള്ളം വേണമെന്ന് തോന്നിയാൽ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരോ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ ചേർക്കാം. അതിനുശേഷം ഇതൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ജീപാസിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൻ്റെ ബേസ് ഞാനൊരു സിൽവർ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ആണെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 180 ഡിഗ്രിയിലൊന്ന് ഒരു 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ ബാസ്ക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ നേരിയൊരു ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കാം. ബാസ്ക്കറ്റിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ചിക്കൻ അതിൽ വെക്കുക. ഒരുപാട് ചിക്കനൊന്നും വെക്കരുത്. ഞാനിവിടെ 3 പീസ് ചിക്കനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എയർ ഫ്രയർ ഓൺ ചെയ്ത് ഇവിടെ ഡ്രം സ്റ്റിക്ക് 3ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത്, അതായത് 200 ഡിഗ്രി ഹീറ്റിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഒരു സൈഡ് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ചിക്കൻ നമ്മുടെ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാനായിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് നോക്കാം. ഇപ്പോൾ അത് നല്ല ജ്യൂസി, 1 സൈഡ് നല്ല രീതിയിൽ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ബാസ്ക്കറ്റ് വെച്ചതിന് ശേഷം ഒരു 9 മിനിറ്റ്സ് 200 ഡിഗ്രിയിൽ വെക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല ജ്യൂസി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മയണൈസ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് 1 കപ്പ് തൈരും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി വിസ്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുഞ്ഞായി അരിഞ്ഞ ഒരു തക്കാളിയും 1 സവാളയും ചേർത്ത് ഓണിയൻ സാലഡ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഒരു ഊണിലേക്ക് ചൂട് ചോറിൻ്റെ കൂടെ ജ്യൂസി എയർ ഫ്രൈഡ് ചിക്കനും ടൊമാറ്റോ ഓണിയൻ സാലഡും. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.